അടുത്തിടെ എക്സ്പോസ്റ്റിൽ ഇലോൺ മസ്ക് നടത്തിയ പ്രസ്താവന വലിയ ചർച്ചയായി. മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനായ ബിൽഗേറ്റ്സിനെതിരെയായിരുന്നു മസ്കിന്റെ ഇത്തവണത്തെ പോസ്റ്റ്. ബിൽഗേറ്റ്സ് ഒരു പെരുനുണയനാണ് എന്നായിരുന്നു മസ്ക് തുറന്നടിച്ചത്. USAID അടച്ചുപൂട്ടുന്നതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബിൽഗേറ്റ്സ് നടത്തിയ ഒരു പ്രസ്താവനയാണ് മസ്കിനെ ചൊടിപ്പിച്ചത്. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ വിദേശ സഹായങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് മസ്ക് ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലെ കുട്ടികളെ കൊല്ലുന്നുവെന്നായിരുന്നു ബിൽഗേറ്റ്സിന്റെ പ്രസ്താവന. അതിനു പിന്നാലെയാണ് മസ്കിന്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ഏറ്റവും ദരിദ്രരായ കുട്ടികളെ കൊല്ലുന്ന ചിത്രം അത്ര മനോഹരമല്ല എന്ന് ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ബിൽഗേറ്റ്സ് പറഞ്ഞത്. ദരിദ്ര രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന അഞ്ചാം പനി, HIV, പോളിയോ തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയുള്ള വർഷങ്ങളായുള്ള പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നതാണ് മസ്കിന്റെ നീക്കം ചെയ്തതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. ഫണ്ട് പെട്ടെന്ന് നിർത്തലാക്കിയതോടെ ജീവൻ രക്ഷാ മരുന്നുകളും ഭക്ഷണവും വെയർഹൌസുകളിൽ കാലഹരണപ്പെടുന്നുവെന്നും ബിൽഗേറ്റ്സ് ചൂണ്ടിക്കാട്ടിയിരുന്നു. മരണനിരക്ക് കുറയ്ക്കുന്നതിൽ ആ രാജ്യങ്ങൾ പതിറ്റാണ്ടുകൾ കൊണ്ട് കൈവരിച്ച പുരോഗതി ധനസഹായം വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ ഇല്ലാതാകും. അടുത്ത 5-6 വർഷത്തിനുള്ളിൽ അതിന്റെ ആഘാതം അനുഭവപ്പെടുമെന്നും ബിൽഗേറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പശ്ചിമേഷ്യയിലെ ഗസയാണെന്ന് തെറ്റിദ്ധരിച്ച് മൊസാംബിക്കിലെ ഗസ പ്രവിശ്യയിലുള്ള ഒരു ആശുപത്രിയിലേക്കുള്ള ഫണ്ട് നിർത്തലാക്കിയതായും ബിൽഗേറ്റ്സ് ചൂണ്ടിക്കാട്ടിയിരുന്നു. മൊസാംബിക്കിലെ ആ മെഡിക്കൽ സൗകര്യം കുഞ്ഞുങ്ങൾക്ക് HIV പകരുന്നത് തടയാൻ വേണ്ടി പ്രവർത്തിക്കുന്നതായിരുന്നു. അവർക്കുള്ള സഹായം വെട്ടിക്കുറച്ചത് വിനാശകരമായ ഫലങ്ങൾക്ക് കാരണമാകുമെന്നും ബിൽഗേറ്റ്സ് പറയുന്നു. പണം വെട്ടിക്കുറച്ച മസ്ക് എയ്ഡ്സ് ബാധിതരായ അവിടുത്തെ കുട്ടികളെ കാണാൻ ഒരിക്കൽ വരണമെന്നും ബിൽഗേറ്റ്സ് ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ബിൽഗേറ്റ്സ് ഒരു വലിയ നുണയനാണെന്ന പ്രതികരണവുമായി മസ്ക് രംഗത്തെത്തുന്നത്. മസ്കിനെ പിന്തുണച്ച് വൈറ്റ് ഹൗസ് വക്താവും പിന്നാലെ എത്തി. ഭരണകൂടത്തിൽ മസ്കിന്റെ ഇടപെടലിനെ പിന്തുണച്ചുകൊണ്ടാണ് വൈറ്റ് ഹൗസ് വ്യാഴാഴ്ച പ്രസ്താവന പുറത്തിറക്കിയത്. ട്രംപിന്റെ പ്രവർത്തനങ്ങൾ നിറവേറ്റുന്ന ദേശസ്നേഹിയാണ് ഇലോൺ മസ്ക് എന്നും വൈറ്റ് ഹൗസ് വാഴ്ത്തി. ധൂർത്ത്, തട്ടിപ്പ്, ദുരുപയോഗം എന്നിവ ഇല്ലാതാക്കുന്ന പ്രസിഡന്റ് ട്രംപിന്റെ ദൗത്യം നിറവേറ്റുന്നതിനായി പ്രവർത്തിക്കുന്ന ദേശസ്നേഹിയാണ് മസ്ക്. അമേരിക്കൻ നികുതിദായകരെ പിന്തുണയ്ക്കാൻ സമയം ചെലവഴിക്കുന്ന അമേരിക്കയിലെ ഏറ്റവും നൂതന സംരംഭകന്റെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ ആഘോഷിക്കേണ്ടതാണെന്നും വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് അഥവാ ഡോജ് ഈ വർഷം ഫെബ്രുവരിയിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫണ്ട് നിർത്തലാക്കാൻ തീരുമാനിച്ചത്. ആ സമയത്ത് USAIDനെ മസ്ക് ഒരു ക്രിമിനൽ സംഘടനയായി മുദ്ര കുത്തുകയും ചെയ്തിരുന്നു. USAID അവസാനിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ സേവനം നിർത്തലാക്കാൻ മസ്ക് തീരുമാനിച്ചത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് USAIDന്റെ 80% പ്രോഗ്രാമുകളും ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. 2023 ലോകമെമ്പാടും വികസന പ്രവർത്തനങ്ങൾക്കും സന്നദ്ധ സേവനങ്ങൾക്കുമായി $4400 കോടി USAID ചിലവാക്കിയിട്ടുണ്ട് എന്നായിരുന്നു കണക്കുകൾ.